ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. തിരുവനന്തപുരം തെങ്കാശി സംസ്ഥാന പാതയിൽ CNG ലോഡുമായി പോയ ലോറി മറിഞ്ഞു. ലോറിയിൽ നിന്ന് വാതകം ചോരുന്നു. സമീപ പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റുന്നു. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും. ഷിജോ, എന്താണ് സംഭവിച്ചത്? ആശങ്കാജനകമായ സാഹചര്യമാണോ? ജിൽസി, ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് പുറത്തു വരുന്നത്. തിരുവനന്തപുരം തെങ്കാശി സംസ്ഥാന പാതയിൽ പാലോട് വഞ്ചിവത്തിന് സമീപം മഞ്ഞക്കാട്ടുമൂല വളവിലാണ് CNGയുമായി പോയ ലോറി മറിഞ്ഞത്. വളവ് തിരിഞ്ഞ് സ്ട്രെയിറ്റ് റോഡിലേക്ക് കയറുന്ന സമീപം വണ്ടി മറിയുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 12:00 കൂടിയാണ് ഈ വാഹനാപകടം ഉണ്ടായത്. വാഹനത്തിൽ നിന്ന് CNG ചോരുന്നുണ്ട്. ഇത് CNG ചോരുന്നത് തടയാനുള്ള ശ്രമം ഫയർഫോഴ്സും പോലീസും ചേർന്ന് നടത്തുന്നുണ്ട്. വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ചെറിയ തോതിലാണ് നിലവിൽ വാതകം ചോരുന്നത്. സമീപ പ്രദേശങ്ങളിൽ ഏതാണ്ട് ഒരു 100 മീറ്റർ ചുറ്റളവിലുള്ള ആളുകളെ അടക്കം മാറ്റുകയാണ്. 35 സിലിണ്ടറുകൾ ഈ ലോറിയിൽ ഉണ്ടായിരുന്നു. ഇതിൽ നിന്ന് 2 എണ്ണത്തിലാണ് ഇപ്പോൾ വാതക ചോർച്ച ഉണ്ടായിട്ടുള്ളത്. സമീപ പ്രദേശങ്ങളിലെ കിടപ്പ് രോഗികളെ അടക്കം മറ്റ് സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റുകയാണ്. വിതുര, നെടുമങ്ങാട് യൂണിറ്റുകളിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘമാണ് സ്ഥലത്തുള്ളത്. പോലീസ് അടക്കം സ്ഥലത്തുണ്ട്. ഇത്തരം നിലവിൽ അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമില്ല. പക്ഷേ രക്ഷാപ്രവർത്തനം അതീവ ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. അവിടെ സ്ഥലത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരം തെങ്കാശി സംസ്ഥാന പാതയിലാണ് CNG ലോഡുമായി പോയ ലോറി മറിഞ്ഞിരിക്കുന്നത്. സമീപ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ്.